ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ആര്യാട് സ്വദേശിയായ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈ പ്രസവത്തെ തുടർന്ന് തളർന്നുപോയ സംഭവത്തിലാണ് കേസ്. ഇതോടെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കേസാണിത്. കുട്ടിയുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ആര്യാട് സ്വദേശികളായ രമ്യ ആഗേഷ് ദമ്പതികൾക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത്. വൈകിട്ട് 7:55 കുഞ്ഞിനെ വാക്വം ചെയ്ത് ഡോക്ടർ പുഷ്പ പുറത്തെടുക്കുകയായിരുന്നു. വാക്വം ഡെലിവറിക്കിടെ കുഞ്ഞിന്റെ വലത് കൈയുടെ നാഡികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ബ്രാക്കൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ച കുഞ്ഞ് പിന്നീട് കൈ തളർന്നു പോകുന്ന അവസ്ഥയായ എറിസ് പാൾസി എന്ന രോഗാവസ്ഥയിലേക്ക് മാറി. നമ്മള് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കും നേരെ ആകാനായിട്ട്. ഈ ഭാഗത്തിന്റെ തന്നെ മടക്കത്തുമില്ല, ഈ വിരലിങ്ങനെ നിവർത്തത്തുമില്ല, ഇങ്ങനെ തളത്തിട്ടിരുന്നുണ്ട തന്നെ പൊക്കി മടക്കത്തുമില്ല, കൈ മടക്കില്ലല്ലോ. ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ് നവജാത ശിശു. ഇപ്പോൾ കുട്ടിക്ക് കൈ ഉയർത്താനോ വസ്തുക്കളിൽ പിടിക്കാനോ ഒന്നും കഴിയില്ല. ഡോക്ടറുടെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്നാണ് സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തത്. പ്രസവ സമയം ഡോക്ടർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതാണ് കുഞ്ഞിന് പരിക്കേൽക്കാൻ കാരണമെന്ന് FIR വ്യക്തമാക്കുന്നു. ആഗേഷ് രമ്യ ദമ്പതികളുടേതിന് സമാനമായി റെയിൽവേ സ്റ്റേഷൻ സ്വദേശി വിഷ്ണുവിന്റെ പരാതിയിലും പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു. കൈ തളർന്നുപോയ 2 കുട്ടികളുടെ മാതാപിതാക്കൾ പരാതിയുമായി പ്രത്യക്ഷത്തിലെത്തിയിട്ടും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുവെന്ന് ആവർത്തിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.